പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കുന്നതോടെ പല അച്ഛനമ്മമാർക്കും വലിയ ആശ്വാസമാണ്. ഇനി അവളെ നോക്കാനും സംരക്ഷിക്കാനും ഒരാളുണ്ടല്ലോ, കരുതലും സ്നേഹവും പകരുന്നൊരു വീടുണ്ടല്ലോ. എന്നാൽ മക്കളുടെ കല്യാണം കഴിഞ്ഞാലും ഉള്ളിൽ തീയുമായി ജീവിക്കുന്ന ചില മാതാപിതാക്കളെക്കുറിച്ച് കൂടി അറിയണം. മകളുടെ ദുരിത ജീവിതവും കണ്ണീരും കാണാൻ വിധിക്കപ്പെട്ടവർ. കോഴിക്കോട് കാരശ്ശേരിയിൽ ലഹരിക്കടിമയായ മരുമകൻ കാട്ടിക്കൂട്ടിയ ക്രൂരതയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പുതുപ്പാടി സ്വദേശി റഷീദ് ഭാര്യയെ മർദ്ദിക്കുന്നത് പതിവാണ്. ഇത് ചോദ്യം ചെയ്തതിന് ഭാര്യ മാതാവ് ജമീലയുടെ വീട് അയാൾ തീ വെച്ച് നശിപ്പിച്ചു. കേസിൽ പ്രതി റഷീദിനെ മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് മകളെ ജമീലയുടെ മുന്നിൽ വെച്ച് മരുമകൻ ക്രൂരമായി മർദ്ദിച്ചത്. ഇതേ തുടർന്ന് മരുമകനായ റഷീദിനെ ജമീല ചോദ്യം ചെയ്യുകയും വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു. പിന്നാലെ അക്രമത്തിൽ പരിക്കേറ്റ മകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായ മകളെയും കൂട്ടി ജമീല കാരശ്ശേരിയിലുള്ള സ്വന്തം വീട്ടിലേക്ക് പോന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെ വീടിന് ആരോ കല്ലെറിയുന്ന ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് വീടിന്റെ അടുക്കള ഭാഗത്ത് തീ കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ ജമീലയും മകളും പുറത്തിറങ്ങി നോക്കുമ്പോൾ റഷീദ് ഓടിപ്പോകുന്നത് കണ്ടു. ഇവർ ബഹളം വെച്ചതോടെ അയൽവാസികളായ നാട്ടുകാർ എത്തിയാണ് തീയണച്ചത്. ഉടൻ തീയണച്ചതിനാൽ വൻ ദുരന്തമൊഴിവായി. സംഭവം നടക്കുമ്പോൾ ജമീലയും 2 മക്കളും പേരക്കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. അഗ്നിബാധയിൽ വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും, അടുക്കളയിലുണ്ടായിരുന്ന വാഷിംഗ് മെഷീൻ, ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങൾ, കുട്ടികളുടെ സ്കൂൾ യൂണിഫോം ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ എന്നിവ പൂർണ്ണമായി കത്തിനശിച്ചു. ജമീലയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതി റഷീദിനെ കുന്നമംഗലത്ത് നിന്ന് പിടികൂടുകയായിരുന്നു. റഷീദ് MDMA ഉൾപ്പെടെ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും ഇടയ്ക്കിടെ മകളെ ആക്രമിക്കാറുണ്ടെന്നും ഇയാൾ സംശയരോഗിയാണെന്നും ജമീല പറഞ്ഞു. MDMന്റെ അത് വലിക്കുന്ന ആളാണ്, അത് കിട്ടാതായതിൻ്റെതായിരിക്കും, അല്ലാതെ ഒരു കാരണമില്ല. ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. നേരത്തെയും കച്ചറ ഉണ്ടാക്കലുണ്ട്. ഇങ്ങനെ വീട് കത്തിക്കല് ഇന്നലെയാണ് പോനിങ്ങനെ ചെയ്തത്. അത് ഞങ്ങൾ ഇന്നലെ ആശുപത്രിയിൽ പോയി വരുമ്പോൾ തന്നെ റോട്ടിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വന്ന് കിടന്നത്. വീട് കത്തിക്കാൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കൂലല്ലോ. വാതിൽ ചവിട്ടി പൊളിച്ചിക്കണം, ഗ്യാസും കുറ്റി ഓണാക്കാൻ വേണ്ടിയിട്ട്. വാതിൽ പൊളിയാത്തതുകൊണ്ടാണ് ഓന് പുറത്ത് തീയിട്ടിട്ട് പിന്നെ ഓടുന്നത് ഞങ്ങൾ കണ്ട്. സംഭവം നടന്ന് 2 മണിക്കൂറിനുള്ളിൽ കുന്നമംഗലത്ത് വെച്ചാണ് പ്രതിയായ റഷീദിനെ മുക്കം പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മുക്കം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.